അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിത്തടത്തിൽ അമർന്നു. ആദ്യ ചുംബനം കണ്ണടച്ച് സ്വീകരിക്കാനേ ആയുള്ളൂ. പതിയെ ആധരങ്ങൾ കണ്ണിനുമേൽ പതിഞ്ഞു, പിന്നെ കവിൾ തടത്തിലും. പിന്നീട് അതൊരാവേശത്തോട് അവളുടെ ചുണ്ടുകളെ പുണർന്നു. അടർത്തി മാറ്റുമ്പോഴേക്കും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചിരുന്നു. പറു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നെഞ്ചോരം. രചന കല്യാണി നാരായണൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഡോക്ടർ, അവൾക്കിപ്പോൾ ചോദിക്കുമ്പോൾ ചെയ്തു പോയ തെറ്റിൻ്റെ ഭാരം അവൻ്റെ മുഖത്ത് നിഴലിച്ചിരുന്നു. നോക്കൂ മിസ്റ്റർ ദേവദത്ത്, നിങ്ങളൊരു ഡോക്ടറാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പാർവതി ഈസ് ബ്രൂട്ടലി റേപ്ഡ്. കണ്ടീഷൻ കുറച്ച് ബാഡാണ്. തൻ്റെ ഷർട്ടിലും ദേഹത്തും കയ്യിലുമായി പടർന്നു കിടക്കുന്ന ചോരയിലേക്ക് നോക്കി അവൻ നിർവികാരതയോടെ കസേരയിലേക്ക് ഇരുന്നു. ഇതിലും ഭേദം നിനക്ക് അവളെ കൊന്നൂടായിരുന്നോടാ. നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേടാ ഞങ്ങൾ പോയത്. ഒരു ദിവസം പോലും എൻ്റെ മോളെ നോക്കാൻ നിനക്കൊന്നും കഴിഞ്ഞില്ലല്ലോടാ. ആരുടെയൊക്കെയോ അലർച്ച ദത്തൻ കേൾക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ദേവേട്ട എന്ന പാർവതിയുടെ നിസ്സഹായതയോടുള്ള വിളി അവൻ്റെ കാതുകളെ കുത്തി തുളച്ച്. ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു തനിക്ക് അവളെ. ഒരു നിമിഷം പാറുവിൻ്റെ ഓർമ്മകൾ അവനെ ഭ്രാന്തനാക്കുന്ന പോലെ തോന്നി. മാപ്പ് മോളെ, എന്നെ വിട്ടെങ്കും പോയി കളയല്ലേ, എനിക്ക് വേണം നിന്നെ. അവൻ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. ഇന്നലെ വന്നു കയറാൻ അല്പം വൈകിയിരുന്നു. മാനം ഉരുണ്ടുകൂടി തുടങ്ങി. പെട്ടെന്ന് ശക്തമായി മഴ പെയ്തിറങ്ങി. ഏറെ വൈകിട്ടും എന്നെ കാത്ത് ഉമ്മർത്തിരുന്നിരുന്നു എൻ്റെ പാറു. ഓടിച്ചെന്ന് തോർത്ത് എടുത്തുകൊണ്ടുവന്ന് തന്നിരുന്നു എനിക്കവൾ. ആകെ നനഞ്ഞൊട്ടി മേലും തലയും തോർത്തുന്ന എന്നെ അവൾ എന്തോ പ്രതീക്ഷിച്ചെന്നോണം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു ഭാര്യയുടെ അധികാരത്തോടെ എനിക്ക് തലതൂർത്തി തരാനും കുഞ്ഞു കുഞ്ഞു വഴക്ക് പറയാനും അവൾക്ക് മോഹം തോന്നി കാണും. നേരെ റൂമിൽ ചെന്ന് സ്പീക്കറിൽ ഉച്ചത്തിൽ പാട്ടുവെച്ച് കതക് വലിച്ചടക്കുമ്പോൾ അവസാനമായി കണ്ടത് നിസ്സംഗതയോടെ തോർത്തും കയ്യിൽ ചുറ്റിപ്പിടിച്ച് തന്നെ നോക്കി നിൽക്കുന്നവളെയായിരുന്നു. എൻ്റെ തെറ്റ്. എന്തിനായിരുന്നു അവളോട് ഇത്ര ദേഷ്യം? എന്തിനായിരുന്നു അവളോട് കാണിച്ചു കൂട്ടിയ അവഗണനകൾ അത്രയും? ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം ചെയ്യാൻ പറ്റാതെ ഇവളെ കെട്ടേണ്ടി വന്നതിലുള്ള ഈർഷ്യയായിരുന്നു. അമ്മയുടെ അലർച്ചയും വാതിലിലെ ശക്തമായ തട്ടലും കെട്ട് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ പൂർണ്ണ നഗ്നയായി നിലം മുഴുവൻ ചോരയൊലിപ്പിച്ച് അനക്കമില്ലാതെ കിടക്കുന്ന പാറുവിനെയായിരുന്നു കണ്ടത്. കണ്ണിന് മുന്നിലെ കാഴ്ച വിശ്വസിക്കാനായില്ല. ഓടിച്ചെന്ന് ബെഡ്ഷീറ്റ് എടുത്ത് പുതപ്പിച്ച് അവളെയും വാരിയെടുത്ത് ഓടുമ്പോൾ മനസ്സിൽ എന്തായിരുന്നു എന്നറിയില്ല. അച്ഛൻ അപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ടാക്കിയിരുന്നു. ബാക്കിലെ സീറ്റിൽ തന്നെ മടിയിലായി അവളെ കിടത്തുമ്പോൾ അറിയാതെ തന്നെ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ദേവേട്ട. അബോധാവസ്ഥയിലും അവൾ വിളിച്ചത് തന്നെയായിരുന്നു. ഒരു നിമിഷം സമനില തെറ്റുന്ന പോലെ തോന്നി. തൻ്റെ അശ്രദ്ധ, തൻ്റെ അവഗണന എന്തുമാത്രം വേദന സഹിച്ചു കാണും. എത്രമാത്രം ഉച്ചത്തിൽ തൻ്റെ ജീവനും മാനത്തിനും വേണ്ടി അവൾ തന്നെ വിളിച്ചിട്ടുണ്ടാവും. കോരിയെടുത്ത് കെട്ടിപ്പിടിച്ച് മുഖത്താകെ ചുംബിക്കുമ്പോൾ 1000 തവണ അവളുടെ കാലുകളിൽ വീണ് മാപ്പപേക്ഷിച്ച് കഴിഞ്ഞിരുന്നു. ബോധം വന്നപ്പോൾ തൊട്ട് അവൾ ആരോടും മിണ്ടിയില്ല, ആരെയും നോക്കിയില്ല. ഒരുതരം മരവിപ്പ്, മറ്റെങ്ങോ നോക്കിയുള്ള ഇരിപ്പ്. ഡിസ്ചാർജായി പോകുമ്പോൾ അവൾ ഒന്ന് മാത്രം പറഞ്ഞു, എനിക്കെൻ്റെ വീട്ടിൽ പോകണം. മറുത്തൊന്നും പറഞ്ഞില്ല. നേരെ ചെമ്പകശ്ശേരിയിലാക്കി കൊടുത്തു. അവളിപ്പോൾ 1 വർഷത്തോളമായി അവിടെ. ഇടയ്ക്കൊക്കെ ദേവൻ പോകുമെങ്കിലും ആരെയും കാണാൻ അവൾ കൂട്ടാക്കിയില്ല. ഏടത്തി. സ്വന്തമായി പണിതുയർത്തിയ സ്വപ്ന ലോകത്ത് നിന്നും ശബ്ദം കേട്ടവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. ഇവിടെ എങ്ങനെ സ്ഥിരതാമസാക്കാനുള്ള പരിപാടിയാണോ? വരുന്നില്ല പാർക്കിലേക്ക്? അവിടെ ഒരാൾ നേരാവണ്ണം ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയിട്ടും വർഷം ഒന്നാവറായി. അവളും തലയുയർത്തി ദേവന്റെ സഹോദരനെ സംശയഭാവത്തിൽ നോക്കി. വേറെ ആരുമില്ല, ഏടത്തിയുടെ പുന്നാര ദേവേട്ടൻ തന്നെ. ഇപ്പോൾ സംസാരവും കുറവാ. ഏടത്തി വായോ. ഇനി ഞാൻ അങ്ങോട്ടില്ല കുട്ട, എനിക്കിനി പറ്റില്ല പഴയ പോലെ. പിന്നെ ദേവേട്ടനിപ്പോൾ കാണിക്കുന്നതെല്ലാം എന്നുള്ള സഹതാപം കൊണ്ടാ. അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നിട്ടും എനിക്കിങ്ങനെ സംഭവിച്ചു പോയില്ലെന്ന കുറ്റബോധം. അതൊക്കെ മാറും. അപ്പോൾ വീണ്ടും ഞാനൊരു അധികപ്പറ്റാവും. ഇത്രയും നാൾ സഹിച്ച പോലെ ഇനിയൊരു കുഞ്ഞു വേദന പോലും സഹിക്കാനുള്ള ത്രാണി നിന്റെ ഏടത്തിക്കില്ല. കുട്ടം പോയിക്കോളൂ, നീ പേടിക്കണ്ട കേട്ടോ. മിന്നുവിനെ ഞങ്ങൾ നിനക്ക് തന്നെ തരും. അതിന് ഏടത്തിയൊരു തടസ്സാവില്ല. അവളും ഞാനും പിന്നെയും ഒരുമിച്ചൊരു വീട്ടിൽ ഒത്തിരി സ്വപ്നം കണ്ടിരുന്നു. നിന്റെ ഏടത്തിക്കതൊന്നും വിധിച്ചിട്ടില്ല. ജനാല വഴി പുറത്തേക്ക് നോയിക്കൊണ്ട് അവൾ ആരോടോ എന്ന പോലെ പറഞ്ഞു. പെട്ടെന്നായിരുന്നു പുറകിൽ നിന്ന് 2 കൈകൾ അവളുടെ വയറിനെ ചുറ്റി പിടിച്ചത്. പെട്ടെന്നുണ്ടായ ഉൾഭയത്തിൽ തിരിഞ്ഞവൾ ശക്തിയിൽ അയാളെ പിടിച്ച് തള്ളി. ദേവേട്ടൻ. ചുണ്ടുകൾ മന്ത്രിച്ചു, കണ്ണുകൾ വിടർന്നു. 1 വർഷം ആവാറായിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ടവനെ ഒന്ന് കണ്ടിട്ട്. പാറു. ആ വിളിയിൽ തന്നെ ചെയ്തുപോയ തെറ്റിൻ്റെ ആഴം അവനെ എത്രമാത്രം തളർത്തു നിന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. നിറഞ്ഞ മിഴികൾ ഉയർത്തി അവന് നോക്കി. കൂട്ടിക്കൊണ്ടു പോകാൻ വന്നത് ഞാനിങ്ങോട്ടും വരുന്നില്ല. അറുത്തു മുറിച്ച് പറയുമ്പോൾ രണ്ടാമൊന്ന് ചിന്തിക്കേണ്ട ആവശ്യം പോലും അവൾക്കപ്പോൾ വന്നില്ല. ഒരുപാട് ആഗ്രഹിച്ച വിളിയാണ്.
ഒരുപാട് ആഗ്രഹിച്ച ചേർത്ത് നിർത്തലാണ്. പക്ഷേ ഒട്ടും സന്തോഷിക്കാനാവുന്നില്ല. നീ വരും, ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. ആ ഒരു മറുപടിയിൽ ഒരു ഉറച്ച തീരുമാനം അവനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എന്തിനാ? ഇനിയുള്ള കാലത്തിൽ അവിടുത്തെ വീട്ടുജോലി ചെയ്യാനോ? അതോ വാർദ്ധക്യം ബാധിക്കുമ്പോൾ അച്ഛനെ അമ്മേനെ നോക്കാനോ? അതോ ഇനി ഇതുപോലെ മറ്റുള്ളവർക്ക് പിച്ച് ചെയ്ത് തീർക്കാനോ? അതൊരലർച്ചയായിരുന്നു. ദേവേട്ടൻ പൊക്കോളൂ. മേലെ തിരിഞ്ഞെന്ന് മേശപ്പുറത്തൊരു കൈകൊണ്ട് താങ്ങിയെന്നുകൊണ്ട് പറഞ്ഞു. ഒത്തിരി ആഗ്രഹിച്ചിരുന്നു, ഒത്തിരി സ്വപ്നം കണ്ടിരുന്നു. അപ്പോഴൊന്നും എനിക്കിത് കിട്ടിയില്ല. ഇനി ഈ സ്നേഹമോ സഹതാപമോ ഒന്നും ഈ പാറുവിന് വേണ്ട. പാറു. അവനൊന്നുകൂടെ പിന്നിലൂടെ അവളോട് ചേർന്ന് നിന്നു. നീയില്ലാതെ എനിക്കൊരിക്കലും പറ്റില്ലടി. ശരിയാ, ഒരുപാട് തെറ്റെനിക്ക് പറ്റിപ്പോയിട്ടുണ്ട്. നീ അകന്നു കഴിഞ്ഞപ്പോഴാണ് മോളെ നീ എനിക്ക് എത്രമാത്രം വേണ്ടപ്പെട്ടവളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അവൾ തിരിഞ്ഞു നിന്ന് പുഞ്ചിരിച്ചു. ഈ നെഞ്ചിനുള്ളിൽ മറ്റൊരുവൾ തന്ന വേദനയാണ് എന്നുള്ള അകൽച്ചെന്നറിഞ്ഞപ്പോൾ ഞാൻ കരുതി അവളോടുള്ള സ്നേഹം വറ്റിത്തീരുമ്പോൾ ആ സ്നേഹം മുഴുവൻ എനിക്ക് നനയാലോ എന്ന്. അന്ന് കരുതി എൻ്റെ സ്നേഹം കൊണ്ട് ദേവേട്ടനെ തിരിച്ചു കൊണ്ടുവരാമെന്ന്. പക്ഷേ ഞാൻ തോറ്റുപോയി മോളെ. എനിക്ക് അവന് വാക്കുകൾ കിട്ടാതെ വന്നു. എന്നെ സ്നേഹിക്കുന്ന പോയിട്ട് എനിക്ക് സ്നേഹിക്കാൻ പോലും ദേവേട്ടൻ നിന്നില്ല. എൻ്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. അവൾ നിറകണ്ണുകളോടെ വീങ്ങിപ്പൊട്ടി പറഞ്ഞു. നിന്നുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല മോളെ ഞാൻ നിന്നെ നോക്കാതിരുന്നു. നിന്നെ നോക്കിയാൽ നിന്നിലേക്ക് അടുത്തു പോകുമോ എന്നുള്ള തോന്നല അതിന് കാരണം. ഒരുവൾ തന്നിട്ട് പോയ വേദനയാവും നിന്നോട് അടുക്കാനും ഒരുതരം പേടിയായിപ്പോയി മോളെ. സ്നേഹിച്ചിട്ട് കൊടുക്കും നിനക്കും എന്നെ വേണ്ടതായാലോ. എന്നിട്ടിപ്പോൾ ആ ഭയം മാറിയോ ദേവേട്ട? ഇപ്പം പാറുവിനെ സ്നേഹിക്കാൻ തോന്നുന്നുണ്ട് ദേവേട്ടന്? വേറൊരുത്തം പിച്ചിച്ച് നശിപ്പിച്ചിട്ട് വേണമായിരുന്നു ഈ സ്നേഹം പുറത്തെടുക്കാൻ. അവളുടെ മുഖത്തപ്പോൾ പുച്ഛം കലർന്നൊരു ചിരിയുണ്ടായിരുന്നു. ഞാൻ അവളെ വാരിപ്പുണർന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പറ്റിപ്പോയി മോളെ. നിന്റെ ദേവേട്ടനോട് നിനക്ക് പുറത്തൂടെ? അന്ന് എവിടെയായിരുന്നു ദേവേട്ടൻ? ഞാൻ അലറിക്കരഞ്ഞ് വിളിക്കുമ്പോൾ എവിടെയായിരുന്നു ദേവേട്ടൻ? പറയാൻ. അവളവൻ്റെ കോളറിൽ അമർത്തി പിടിച്ച് അലറി വിളിച്ചു. കേട്ടില്ലായിരുന്നില്ല ഞാൻ. അല്ലാതെ നിന്നെ ആർക്കെങ്കിലും കൊടുക്കുമോ ഞാൻ? എത്രയ്ക്ക് അകറ്റി നിർത്തിയാലും ഞാൻ അഗ്നിസാക്ഷിയായി താലി ചാർത്തിയോളല്ലേ നീ? മഴയും സ്പീക്കറിൻ്റെ ശബ്ദവും നിന്റെ ഒരു നേർത്ത ശബ്ദം പോലും കേട്ടില്ല മോളെ. പുറത്തൂടെ നിനക്ക് എന്നോട്. അവൻ നിറകണ്ണുകളോടെ അവളുടെ കാലിലേക്ക് ഊർന്നിറങ്ങി. അവൾ ഞെട്ടിപ്പിടഞ്ഞ് മാറി നിന്നു. പതിയെ അവനൊപ്പം നിലത്ത് മുട്ടൂത്തി നിന്നു. എനിക്കറിയാം എൻ്റെ ദേവേട്ടൻ കേട്ട് കാണില്ല എന്ന്. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ തന്നെയാണ് പാറുവിന് ഇഷ്ടം. ദേവേട്ടൻ എഴുന്നേൽക്കും. അവൾക്കൊപ്പം അവന് എഴുന്നേറ്റ്. ചെല്ല്, അമ്മയും അച്ഛനും കുട്ടിനെ മുഷിഞ്ഞ് കാണും. നിനക്കെടുക്കാൻ എന്താ വെച്ചാൽ എടുത്തോ. ഞാൻ വരില്ല. അവൾ നിറഞ്ഞ മിഴികൾ ഉയർത്തി അവനെ നോക്കി. എനിക്ക് വേണം നിന്നെയും കൊണ്ടുപോകാനാ ഞാൻ വന്ന അതിനാണെങ്കിൽ കൊണ്ടുപോകാൻ എനിക്കറിയാം. പിന്നെയും നിഷേധാർത്ഥത്തിൽ തലയാട്ടിയതും അവൻ കൈകളിൽ അവളെ കോരിയെടുത്തിരുന്നു. എത്രയൊക്കെ പിടഞ്ഞിട്ടും അവൻ്റെ കൈകൾ ഒട്ടും അയഞ്ഞില്ല. താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരോടും ഉണ്ടായിരുന്നു. എല്ലാവരുടെ ചുണ്ടിലും നിറഞ്ഞ പുഞ്ചിരിയും. നേരെ കൊണ്ടുപോയി കാറിലിരുത്തി. പാലക്കിലെത്തി റൂമിൽ കയറിയപ്പോൾ എന്തോ ഇതുവരെ ഇല്ലാതിരുന്നൊരു ഭയം അവൾക്ക് തോന്നി. ആരൊക്കെയോ പിന്നിലുണ്ടെന്ന തോന്നൽ. ദേവൻ പിന്നിലൂടെ ചേർത്ത് പിടിച്ചപ്പോൾ ഒരു നിമിഷം ഭയന്നുപോയി. ആ നശിച്ച നിമിഷത്തെ വീണ്ടും അവൾ ഓർത്തുപോയി. തിരിഞ്ഞു നോക്കി അത് തൻ്റെ പ്രിയപ്പെട്ടവനാണ് തിരിച്ചറിഞ്ഞപ്പോൾ ആ ഭയം എങ്ങോ പോയി. അവളുടെ കണ്ണിലേക്ക് കെട്ടടങ്ങിയ ഭയം കണ്ട് അവൻ അവൾ ഒന്നുകൂടെ മുറുകെ ചേർത്ത് പിടിച്ചു. ഇനിയെന്നും ഞാൻ ഒപ്പം ഉണ്ടാവും, ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട്. ഒരുത്തിനെയും നോക്കാൻ പോലും സമ്മതിക്കില്ല. പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. മെല്ലെ ആ നെഞ്ചിലേക്ക് ചാരി നിന്നു. സങ്കടങ്ങളെല്ലാം ആ നെഞ്ചിൽ പെയ്തു തീർത്തു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിത്തടത്തിൽ അമർന്നു. ആദ്യ ചുംബനം കണ്ണടച്ച് സ്വീകരിക്കാനേ ആയുള്ളൂ. പതിയെ ആ തരങ്ങൾ കണ്ണിന് മേൽ പതിഞ്ഞു. പിന്നെ കവിൾ തടത്തിൽ. പിന്നീട് അതൊരാവേശത്തോട് അവളുടെ ചുണ്ടുകളെ പുണർന്നു. അടർത്തി മാറ്റുമ്പോഴേക്കും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചിരുന്നു. പാറു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഓർമ്മയില്ല ദേവേട്ട, എനിക്ക് ആ മുഖം ഓർമ്മയില്ല. ഞാൻ കണ്ടിട്ടില്ല. ചുറ്റും ഇരുട്ടായിരുന്നു. അവളുടെ കണ്ണുനീർ അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞു. അയ്യേ, കറിയേണ്ട പാറുകുട്ടി, അത് നമുക്കങ്ങ് മറക്കാം. കഴിഞ്ഞതെല്ലാം നീ ഒരു ദുസ്വപ്നമായി മറക്കണം കേട്ടോ നീ. അവളൊന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. അവനപ്പോഴും എന്തോ ഒരു ഉറച്ച തീരുമാനത്തിലായിരുന്നു. തേടിപ്പിടിച്ചൊരുവനെ ചുട്ടിരിക്കാനുള്ള അഗ്നി അവൻ്റെ കണ്ണുകളിൽ ആളിക്കത്തി തുടങ്ങിയിരുന്നു.